ഇന്ന് നമ്മുടെ രാജ്യം ഒരു പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ്. അർബൻ ടെററിസ്റ്റുകൾ അവരുടെ ഗൂഢാലോചനയിൽ നമ്മുടെ ദില്ലി നഗരത്തിൽ വലിയ സ്ഫോടനമുണ്ടായിരിക്കുകയാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ടുള്ള വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ വളരെ ഉത്കണ്ഠയിലാണ്, വളരെ ഭയപ്പാടിലാണ്. ഇതിനെതിരെ അതിശക്തമായ വികാരം രാജ്യത്തെമ്പാടുമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അർബൻ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അത് സലഫി എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സംഘടനകൾ എത്രയോ കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു. അവർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ്. രാജ്യസ്നേഹം എന്നായിരുന്നു മദ്രസകളിൽ പഠിപ്പിച്ചത്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയും സലഫികളും ഈ തീവ്ര ഗ്രൂപ്പുകൾ ഇസ്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണെന്നും കാഫിറുകളെ കൊന്ന് ഷഹീദായാൽ സ്വർഗം കിട്ടുമെന്നുള്ള പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഫലമാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ സൃഷ്ടിച്ചത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് NDAയുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ജമാഅത്ത് ഇസ്ലാമിയെയും സലഫിയെയും ഈ രാജ്യത്ത് നിരോധിച്ചാൽ മാത്രമേ ഈ വൈറ്റ് കോളർ ടെററിസം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം സംഘടനകൾ SIRൻ്റെ പേരിൽ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പണ്ട് CIA കാലത്ത് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും, വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുമെന്നുള്ള പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇത് CIA എതിരെ നടത്തിയ പ്രചരണം പോലെ ഒരു നുണപ്രചരണമാണ്. അവരോട് പറയാനുള്ളത്, വെറുതെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ ഭയപ്പെടുത്തരുത് എന്നുള്ള താഴ്മയാണ്, അപേക്ഷയാണ് ഞങ്ങൾക്ക് അവരോടുള്ളത്. പക്ഷേ പട്ടികയിൽ നിന്ന് ചിലരെ നമ്മൾ ഒഴിവാക്കും. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരെ, റോഹിംഗ്യൻകാരെ കള്ള ആധാർ കാർഡ് ഉണ്ടാക്കി ബംഗാളിലും ബീഹാറിലും വിശേഷിച്ച് കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും കടന്നു കയറിയിട്ടുള്ള ആളുകൾ ഉണ്ട്. അവരെ ഉറപ്പായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വലിയ വോട്ടർ പട്ടിക പരിഷ്കാരം നടക്കുന്നത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്നൊരു പ്രചരണം എന്താണ്? അദ്ദേഹം പറയുന്നത് ബ്രസീലിലെ ഒരു മോഡൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു, വോട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് പരിചയമുള്ള ഓർമ്മയുള്ള ഒരു വിദേശ പൗര, ഒരു വിദേശ വനിത നമ്മുടെ വോട്ടർ പട്ടികയിൽ പണ്ട് കടന്നുകൂടിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ കാലത്താണ്. ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി ഇവിടെ കെട്ടിച്ചു കൊണ്ടുവന്ന ഉടനെ അവർക്ക് പൗരത്വമില്ല. പക്ഷേ പൗരത്വം കിട്ടുന്നതിന് മുമ്പിൽ ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. അതുപോലുള്ള കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിലെ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീവ്ര പരിഷ്കരണം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തെ തന്നെ അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്.